മറ്റൊരു വാർത്തയിലേക്ക്, അത് മലപ്പുറം വണ്ടൂരിൽ നിന്നാണ് വരുന്നത്. 4 വയസ്സുകാരിക്ക് സൂര്യാതപമേറ്റു എന്നാണ് ആ വാർത്ത. ഇസ ജോൺസൺ എന്ന കുട്ടിക്കാണ് പൊള്ളലേറ്റത്. മുറ്റത്ത് കളിക്കുകയായിരുന്ന കുട്ടിയുടെ ശരീരത്തിലാകെ പൊള്ളലേറ്റു എന്നാണ് വാർത്ത. പ്രതികരണത്തിലേക്ക്. ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പിന്നെ വെയിലായത് തന്നെ ഞാൻ അകത്തേക്ക് കയറാൻ പറഞ്ഞു. അതിലകത്തേക്ക് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കുട്ടി ഇങ്ങനെ വേദന എന്ന് പറഞ്ഞപ്പോ നോക്കിയപ്പോഴാണ് ശ്രദ്ധയിൽ പെട്ടത്. പിന്നെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ കുമിളകൾ ഇങ്ങനെ കണ്ടപ്പോ ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോഴാണ് ഡോക്ടറാണ് പറഞ്ഞത്, ഇത് വെയിൽ കൊണ്ടിരുന്നോന്ന് ചോദിച്ചു ഡോക്ടർ. അപ്പൊ പറഞ്ഞ വെയിലത്ത് കളിക്കായിരുന്നു പറഞ്ഞു. അപ്പൊ എന്നാ വെയിലിൻ്റെതാണെന്ന് ഡോക്ടറാണ് പറഞ്ഞത്. അങ്ങനെയാണ് സൂര്യാഘാതമാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. നിഖിൽ പ്രമേഷ് മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, ഇത് അതീവ ഗുരുതരമായ ഒരു സാഹചര്യമാണ്. കുട്ടികൾ പ്രത്യേകിച്ചും വീട്ടിലുണ്ടെങ്കിൽ, ഇതിപ്പോൾ അവധിക്കാലമാണ്, എല്ലാ പ്രായത്തിലുള്ള കുട്ടികളും ഒക്കെ തന്നെ പുറത്ത് കളിക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടികളാണ്. പക്ഷേ കടുത്ത ചൂട്, ഇപ്പോൾ ഉഷ്ണതരംഗം മുന്നറിയിപ്പ് വരുന്നു. ഇതാ സൂര്യാഘാതമേറ്റുള്ള മരണം കണ്ണൂർ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. കുട്ടികൾ, പ്രായമായവർ അത്യന്തം ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്താണ് വണ്ടൂരിലെ ഈ സംഭവം? പ്രജിൻ, കഴിഞ്ഞ ദിവസം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, മുറ്റത്ത് കുട്ടികൾക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന 4 വയസ്സുകാരി ഇസ ജോണിനാണ് സൂര്യാതപമേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. മറ്റു കുട്ടികളൊക്കെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഈ കുട്ടിയെ വണ്ടൂരിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഇത് സൂര്യാതപമേറ്റതാണ് എന്നുള്ള കാര്യം ഡോക്ടർ വ്യക്തമാക്കുന്നത്. ഈ കുട്ടി ഇപ്പോഴും വണ്ടൂർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കുട്ടിയുടെ ശരീരത്തിൽ പാടുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അവിടെ എപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. വണ്ടൂർ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിശക്തമായിട്ടുള്ള ചൂടും വെയിലും ഒക്കെ അനുഭവപ്പെട്ടിരുന്നു എന്ന് ആളുകൾ പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ കുട്ടിക്ക് സൂര്യാതപമേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആ കുട്ടി ഇപ്പോഴും അവിടെ ചികിത്സയിൽ തുടരുകയുമാണ്. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ കുട്ടികൾ കളിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ കൂടുതലായി ശ്രദ്ധിക്കണം എന്നുള്ള വിവരം ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും ഒക്കെ വ്യക്തമാക്കുന്നത്. പ്രജി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.